ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു. സീരിയൽ നടി റബേക്ക സന്തോഷ് ആശുപത്രിയിൽ എന്നിടക്കുള്ള കാര്യം കയ്യിലാവാതെ ആശുപത്രിയിൽ കിടക്കുകയാണ്. റബേക്ക തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ആരാധകരുമായി പങ്കുവച്ചത്. ആരാധകർ എല്ലാവരും ഏറ്റെടുത്ത ഒരു വാർത്തയായിരുന്നു. അതിനുശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന റബേക്ക വീണ്ടും ഇപ്പോൾ വിധി തളർത്തിയിരിക്കുകയാണ്. സ്റ്റോറിയിലൂടെ പറഞ്ഞിരിക്കുന്നത് റബേക്ക ഇപ്പോൾ ചെയ്യുന്ന ജോലി വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ വിശ്രമവും ആവശ്യമാണ്. അങ്ങനെ വിശ്രമമൊന്നും കിട്ടാതിരുന്ന സമയത്താണ് സാധാരണ മനുഷ്യരെല്ലാവരും ഇങ്ങനെ വീണു പോകാറുള്ളത്. ഇതെന്താണ് പറ്റിയത് റബേക്കയ്ക്ക് എന്ന് എല്ലാവരും ചോദിക്കുകയാണ്. പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. വീണ്ടും ആശുപത്രിയിൽ ആയോ, എന്ത് സംഭവിച്ചു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്, കൈക്കിടയിൽ വെച്ചിരിക്കുന്ന തുണിയിൽ രക്തമുണ്ട്, രക്തക്കറകൾ കാണുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. ആശുപത്രി അത് മനസ്സിലാകുന്നുണ്ട്. ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ ട്വിസ്റ്റാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ശരി, ഞാനത് ഫേസ് ചെയ്യാൻ വളരെയധികം തയ്യാറാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിൻ്റെ വേദന മനസ്സിലാക്കണമെന്നില്ല. ഞാനത് ഫേസ് ചെയ്തേ മതിയാകും. ആ ഒരു ജീവിതത്തിലൂടെയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതാണ് ഇപ്പോൾ നടി റബേക്ക സന്തോഷ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. എന്നാൽ താൻ അതിനെയെല്ലാം തന്നെ ജീവിച്ചിട്ടുണ്ട്. തൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരിക്കലും മാറാനും പോകുന്നില്ല. അതല്ലേ നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക്. ഇതാണ് റബേക്ക തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. 27 വയസ്സുകാരി ഇന്ന് മിനി സ്ക്രീനിൽ നേടാത്തതായി ഒന്നുമില്ല എന്ന് പറയാം. കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, ശരിക്കും പറഞ്ഞാൽ 2 മാസങ്ങൾക്ക് മുമ്പായിരുന്നു കാലിന് പരിക്ക് പറ്റിയ താരത്തിൻ്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായത്. എന്താണെന്ന് സംഭവിച്ചത് എന്ന് പിന്നീടാണ് താരം വെളിപ്പെടുത്തിയത്. വർക്കൗട്ടിനിടയിൽ കടങ്കാലിന് പരിക്ക് പറ്റിയ വിവരം ആരാധകരുമായി പങ്കുവച്ചിട്ടാണ് നടി എത്തിയത്. നടി അത് പറഞ്ഞതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും നടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 1/2 കിലോഗ്രാം തടി കൂടിയത് കുറയ്ക്കാനുള്ള പ്രശ്നത്തിലായിരുന്നു. അന്ന് താരം കടങ്കാലിന് ഫ്രാക്ചർ ഉണ്ടെങ്കിലും തമാശ രൂപേണ റബേക്ക വീഡിയോ അന്ന് പങ്കുവച്ചിരിക്കുന്നത്. അന്ന് അത്രയും കളിയായ വീഡിയോ പങ്കുവെച്ചെങ്കിലും ആരാധകർക്ക് അതൊരു ടെൻഷൻ തന്നെയായിരുന്നു. 60 ദിവസത്തെ വർക്കൗട്ട് ചലഞ്ച് ഏറ്റെടുത്ത റബേക്ക തൻ്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെച്ച് പോകുമ്പോഴായിരുന്നു അന്ന് ആ അപകടം സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ കണ്ണ് കിട്ടിയതായി പോയി എന്നും അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്നും പ്രേക്ഷകരെല്ലാവരും ഇതേ അഭിപ്രായമാണ് റബേക്കയോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ റബേക്ക വീണ്ടും ആശുപത്രിയിലായിരിക്കുകയാണ്. റബേക്ക വീണ്ടും അപകടം സംഭവിച്ചോ, ഇനി ചെമ്പനീർപ്പൂവിലെ രേവതിയായി തുടരാൻ സാധിക്കില്ലേ? രേവതി എന്ന കഥാപാത്രത്തിനുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് മൂലം താരം വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടായിരുന്നു രേവതിയെ അഭിനയിക്കാൻ എത്തിയത്. എന്നാൽ ഇപ്പോൾ ഒരു അപകടം കൂടി സംഭവിച്ചതുകൊണ്ടാണ് ഇനി രേവതിയായി തുടരാൻ റബേക്ക സാധിക്കുമെന്നാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ റബേക്ക ഇതിനെല്ലാം മറുപടി നൽകുമായിരിക്കും, വരും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നതും. വിധി സീരിയലുകളുടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് നടി റബേക്ക സന്തോഷ്. ഇതിനോടകം തന്നെ താരത്തിന് ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏഷ്യനെറ്റ് സംരക്ഷണം ചെയ്തിരിക്കുന്ന ചെമ്പനീർ പൂ എന്ന സീരിയലിലെ നായികയായി രേവതി തന്നെ കഥാപാത്രമാണ് റബേക്ക അവതരിപ്പിച്ചിരിക്കുന്നത്.